നിങ്ങൾ എത്ര പേര് ഇത്ര കിടിലൻ മട്ടൻ മന്തി ട്രൈ ചെയ്തിട്ടുണ്ട്? ഈ കാണുന്ന കിടിലൻ മട്ടൻ മന്തിയും ഫിഷ് ഗ്രില്ലും ക്രീം പഫ് ഒക്കെ കഴിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വളരെ കുഞ്ഞ ആഗ്രഹമുള്ളൂ, എല്ലാ ദിവസവും ഇങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. സോ വെൽക്കം ടു ദുബായ് സീരീസ് എപ്പിസോഡ് 10. ദുബായിൽ ഞാൻ വന്നതോട്ട് എല്ലാ ദിവസവും നമ്മുടെ ഷൈല് പറയാറുണ്ട് ക്രീം പഫ് കഴിക്കണം, ക്രീം പഫ് കഴിക്കണം എന്ന്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട് എന്താണ് ഈ ക്രീം പഫിൽ ഇത്ര പ്രത്യേകത എന്ന്. പക്ഷെ അൽത്തവാറിലെ ഹബീബി ബേക്കറിയിലെ ക്രീം പഫ് കഴിച്ചപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ദുബായിൽ അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള റെസ്റ്റോറന്റ് ഒന്നാണ് ദേര മക്തൂം സ്ട്രീറ്റിലുള്ള റയാൻ മന്തി. ഈ പഞ്ഞി പോലത്തെ മട്ടൺ ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ മട്ടനും റൈസും ചട്നിയും കിസ്മിസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡ് പോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസ് ആയാലും സർവീസ് ആയാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് ദുബായിയുടെ ഫിഷ് മാർക്കറ്റിലേക്കാണ്. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഫിഷിന്റെ മണമാണ്. എനിക്ക് കഴിക്കാനും ഇഷ്ടമുള്ളൂ, അതിന് മണം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആദ്യം നമ്മുടെ ബുദ്ധിമാനായ സുഹൃത്ത് കയറാൻ മടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവന്റെ കാല് പിടിച്ചിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നത് തന്നെ. ഈ ഫിഷ് എന്റെ കൈയോട് പിടിച്ചപ്പോ എന്റെ കൈമ ഫിഷിന്റെ മണം പോലും വന്നില്ല. അതെന്താന്ന് എനിക്ക് അറിയില്ല. എന്റെ ഉപ്പാടെ സുഹൃത്തും എന്റെ സുഹൃത്തിന്റെ ഉപ്പായ നൗഷാദ് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരുപാട് ഫിഷ് അവിടെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഫീല് നെക്സ്റ്റ് ലെവലായിരുന്നു. പിന്നെ ഒരു കാര്യം, മണത്തിന്റെ പേരും പറഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കയറാൻ മടിച്ച നൈസില് കഴിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും കാണിച്ചില്ല. മീനിന്റെ മുള്ളു പോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.